അങ്ങനെ നമ്മൾ മറൈൻ വേൾഡിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ സഫാരി പാർക്കിലേക്ക് കയറുകയാണേ. ഇത് ബേസിക്കലി ഒരു സൂ ആണ്, പക്ഷേ ഇവിടെ ആനിമൽസ് എല്ലാം ഫ്രീ ആണ്. നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഒരു 8 കിലോമീറ്ററോളം നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം കാണും. അപ്പോൾ ദേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. പിന്നെ ഈ കാർണിവോർസിൻ്റെ ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ വിൻഡോസൊന്നും താഴ്ത്തിയിടരുതെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കൂട്ടം സിംഹത്തെ കണ്ടു. ഉച്ചയ്ക്കായതുകൊണ്ട് എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ അവരെ കണ്ട് ഒരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ടീംസ് എത്തി. നമ്മുടെ സ്വന്തം ബംഗാൾ കടുവകളായിരുന്നേ. ഇവിടാണെങ്കിൽ കുറച്ച് പേര് ഉറങ്ങുന്നുണ്ട്, കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ കരടികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ബാങ്കോക്ക് സിറ്റിയിലേക്ക് എത്തി. ഇവിടെ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആക്സിഡൻറ്റ് നടന്നത്. അതുകൊണ്ട് അവിടെ അത്യാവശ്യം മീഡിയാസൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാങ്കോക്ക് എന്ന് പറയുമ്പോഴേ ബ്ലോക്കാണല്ലോ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇന്ദ്ര സ്ക്വയറിലേക്കാണേ. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉണ്ടടാ മലയാളത്തിലൊക്കെ എഴുതി വച്ചേക്കുന്ന എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ, അയ്യോ അല്ല, ഈ കൊച്ചു തായ്ലൻഡിൽ നടക്കുന്നത്. അങ്ങനെ അത്യാവശ്യം ചെറുതും വലുതുമായ ഗ്രൂപ്പുകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണേ. അങ്ങനെ ഇന്ദ്ര സ്ക്വയറിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളൊരു വാട്സൺസ് കണ്ടേ. അങ്ങനെ വാട്സൺ കണ്ടാൽ പിന്നെ നമ്മളിലെ സ്കിൻ കെയർ ഭ്രാന്ത് ഉണരുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാര്യമായ സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറേ അധികം കൊറിയൻ പ്രോഡക്റ്റ്സ് മേബിലിൻ്റെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോവുകയാണേ. അപ്പോൾ ബൈ.